പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഞങ്ങളുടെ ഉദരം കരയാതിരിക്കാൻ അച്ഛൻ്റെ ഉദരം എന്നും കരയാറുണ്ടായിരുന്നു. അതൊരു വലിയ സത്യമായിരുന്നു. അന്ന് വിശപ്പായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വന്തം ഉദരത്തിന്റെ വിശപ്പടക്കാൻ അച്ഛൻ സഹിച്ച കഷ്ടപ്പാടുകൾ വിവരണാതീതമാണ്. മക്കൾ വിശപ്പ് കൊണ്ട് കരയുന്നത് കാണാതിരിക്കാൻ അച്ഛൻ്റെ വയറ് പലപ്പോഴും പട്ടിണി കിടന്നു. അതായിരുന്നു അന്നത്തെ സ്നേഹത്തിന്റെ അളവുകോൽ. മക്കളുടെ കണ്ണീർ കണ്ടാൽ അച്ഛൻ്റെ മനസ്സ് പിടയുമായിരുന്നു. എങ്ങനെയെങ്കിലും ആ വിശപ്പടക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഓരോ അച്ഛന്മാരും. അച്ഛൻ്റെ അധ്വാനം മക്കളുടെ വളർച്ചയ്ക്ക് മാത്രമായിരുന്നു. ഇത് അന്നൊരു കാലം. ഇന്നൊന്നിനും പഞ്ഞമില്ലാത്ത കാലം. സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു ചെറിയ മെസ്സേജ് മതി ലോകത്തിന്റെ ഏത് കോണിലുള്ളതും നമ്മുടെ കാൽക്കൽ എത്തും. പട്ടിണിയും പരിവട്ടവും മാറി. പക്ഷേ ഈ സൗകര്യങ്ങൾക്കിടയിൽ മനുഷ്യന്റെ മൂല്യങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു. അമിതമായ സൗകര്യങ്ങൾ മനുഷ്യനെ അലസനാക്കി. ആവശ്യ സാധനങ്ങൾക്കായി കാത്തിരുന്ന ആ പഴയ കാലത്തിന്റെ രുചി ഇന്നത്തെ തലമുറയ്ക്കില്ല. അന്നത്തെ പട്ടിണിയും പരിവട്ടങ്ങളും ഒന്നൊതുങ്ങിയപ്പോൾ നമ്മൾക്ക് കൈവിട്ടു പോയത് വിലപ്പെട്ട ചില കാര്യങ്ങളാണ്. നാം സൂക്ഷിച്ചു വെച്ചിരുന്ന ചില പരമ്പരാഗത ചിന്തകളും സൽപ്രവൃത്തികളും പതിയെ വഴിപിരിഞ്ഞു പോയി. സ്നേഹം പങ്കുവച്ചിരുന്ന വീടുകളിൽ ഇന്ന് മൗനം മാത്രം. പരസ്പരമുള്ള വിശ്വാസം കുറഞ്ഞു. തനിക്ക് വേണ്ടത് മാത്രം നേടുക എന്ന സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ചുരുങ്ങിപ്പോയി. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മൾ ശീലിച്ചു. മാതാപിതാക്കളെ ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അച്ഛന്റെ വാക്ക് വേദവാക്യമായിരുന്നു. അമ്മയുടെ കണ്ണുനീർ മക്കൾക്ക് നോവായിരുന്നു. ഗുരുക്കന്മാരെ സ്നേഹബഹുമാനത്തോടെ കണ്ടിരുന്ന കാലം. അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഗുരുവിനെ ദൈവമായി കണ്ടിരുന്നു. വൃദ്ധജനങ്ങളെ അനുകമ്പയോടും സ്നേഹത്തോടും കൂടി കണ്ടിരുന്നു. തറവാടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞുകൊടുത്ത കഥകളിൽ സ്നേഹത്തിന്റെയും മൂല്യങ്ങളുടെയും നിറവുണ്ടായിരുന്നു. ആ വയോധികരുടെ വാത്സല്യം തണലായി മക്കൾക്ക് ലഭിച്ചിരുന്നു. കാലം മാറി, കഥ മാറി. ഇന്ന് സാഹചര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഇന്ന് മക്കളെ പേടിയാണ്. തങ്ങളുടെ വാർദ്ധക്യത്തിൽ മക്കൾ തങ്ങളെ സംരക്ഷിക്കുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു. തങ്ങളുടെ വാക്കുകൾ മക്കൾക്ക് മുന്നിൽ വിലപ്പോകില്ല എന്ന തിരിച്ചറിവ് അവരെ തളർത്തുന്നു. ഗുരുക്കന്മാർ ശിഷ്യരെ ഭയക്കുന്നു. അറിവിനേക്കാൾ ഉപരി അധികാരവും സ്വാധീനവും പ്രകടിപ്പിക്കാൻ ശിഷ്യർ തുനിയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗുരുശിഷ്യ ബന്ധം എന്നത് കേവലം ഒരു തൊഴിലുടമ തൊഴിലാളി ബന്ധമായി മാറുകയാണ്. വൃദ്ധജനങ്ങളെ പേടിപ്പിച്ച് അനുസരിപ്പിക്കുന്ന മക്കൾ ഇന്ന് കൂടി വരുന്നു. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നത് നമ്മുടെ സാമൂഹിക തകർച്ചയുടെ അടയാളമാണ്. സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ മടിക്കുന്ന തലമുറ. അതിന്റെ തീവ്രത കാലം മാറുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. സൗകര്യങ്ങൾ കൂടുന്തോറും സ്നേഹം കുറയുന്നു. സാങ്കേതിക വിദ്യ കൂടുന്തോറും മാനുഷിക ബന്ധങ്ങൾ അകലുന്നു. പരിണാമം എന്നത് ഒരു ശാസ്ത്രീയ സത്യമാണ്. മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ വളർച്ചയെ അത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതേ വേഗതയിൽ നമ്മൾ മാനുഷിക മൂല്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നുണ്ടോ? പരിണാമം ഒരു ശാസ്ത്രീയ സത്യമെങ്കിൽ മൂല്യങ്ങളുടെ ഈ തകർച്ചയെ വിപരിണാമം എന്ന് വിളിക്കാമോ? വിപരിണാമവും ഒരു സത്യമായിരിക്കുമോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണിത്. അതെ, സൗകര്യങ്ങൾ മാത്രം പോരാ, സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. പരസ്പര സ്നേഹവും ബഹുമാനവും ബന്ധങ്ങളെ ദൃഢമാക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പഴയ നന്മകളിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണമെന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.